നവംബർ 11 32-ാം ആഴ്ചയിലെ ചൊവ്വാഴ്ച. ലൂക്ക 17 7 മുതൽ 10 വരെ വാക്യങ്ങൾ. ഇന്ന് തിരുസഭ ടൂർസിലെ വിശുദ്ധ മാർട്ടിൻ്റെ സ്മരണ ആഘോഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അത്ഭുതകരമായ മേലങ്കിയെക്കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട്. റോമൻ സൈന്യത്തിൽ ഒരു പട്ടാളക്കാരനായിരുന്ന മാർട്ടിന് ഒരിക്കൽ ഒരു ദർശനം ഉണ്ടായി. ഒരു ദിവസം അദ്ദേഹം അമിയൻസ് നഗരത്തിൻ്റെ കവാടങ്ങളെ സമീപിക്കുമ്പോൾ ഒരു യാചകനെ കണ്ടുമുട്ടി. ആ മനുഷ്യനുമായി തൻ്റെ സൈനിക മേലങ്കി പങ്കിടാൻ അദ്ദേഹം അത് രണ്ടായി മുറിച്ചു. ആ രാത്രിയിൽ താൻ നൽകിയ മേലങ്കിയുടെ പകുതി ധരിച്ച യേശുവിനെയാണ് മാർട്ടിൻ സ്വപ്നം കണ്ടത്. യേശു ചില ദൂതന്മാരോട് ഇങ്ങനെ പറയുന്നത് അദ്ദേഹം കേട്ടു: ഒരു കാറ്റക്യൂമൻ മാത്രമായ മാർട്ടിൻ ഇന്ന് ഈ മേലങ്കി എന്നെ ധരിപ്പിച്ചു. മറ്റൊരു വിവരണം ഇങ്ങനെയാണ്: മാർട്ടിൻ ഉണർന്നപ്പോൾ തൻ്റെ മേലങ്കി പൂർണ്ണതയിലേക്ക് പുനഃസ്ഥാപിക്കപ്പെട്ടതായി അദ്ദേഹം കണ്ടെത്തി. ഈ സ്വപ്നം മാർട്ടിനെ തൻ്റെ ഭക്തിയിൽ സ്ഥിരീകരിച്ചു. 18-ാം വയസ്സിൽ അദ്ദേഹം സ്നാനമേൽക്കുകയും ചെയ്തു. നമ്മിൽ ഓരോരുത്തരിലും എപ്പോഴും മറ്റുള്ളവരുടെ ശ്രദ്ധ തേടുന്ന എന്തോ ഒന്നുണ്ട്. നമ്മുടെ മാതാപിതാക്കളിൽ നിന്നോ മേലധികാരിൽ നിന്നോ മറ്റ് എൽഡേഴ്സിൽ നിന്നോ മറ്റുള്ളവർ നമ്മളെ നോക്കി പ്രശംസിക്കണമെന്നും നമ്മുടെ പ്രവൃത്തികൾക്കും നേട്ടങ്ങൾക്കും നന്ദി പറയണമെന്നും നാം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളിൽ പലരും ഏതു വിധേനയും നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ കുറ്റവാളികൾ തന്നെ ആകുന്ന അങ്ങനെയാണ്. മറ്റുള്ളവർ വളരെ കഠിനാധ്വാനം ചെയ്യുന്നു, സത്യസന്ധമായി, പക്ഷെ മത്സരബുദ്ധിയോടെ. ദൈവത്തിനും കുടുംബത്തിനും വേണ്ടി അവർക്ക് സമയം കളയാനില്ല. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം ദൈവത്തിൻ്റെ ദാസന്മാരായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്നാണ്. നമ്മൾ എന്ത് ചെയ്താലും എല്ലാ സ്തുതികളും ബഹുമതികളും നന്ദിയും ദൈവത്തിന് നൽകണം. കാരണം എല്ലാ നല്ല കാര്യങ്ങളുടെ ഉറവിടം അവൻ മാത്രമാണ്. വാസ്തവത്തിൽ അവനില്ലാതെ നാം ഒന്നുമല്ല. നമ്മുടെ സമയം, കഴിവ്, നിധികൾ ഇതെല്ലാം അവനിൽ നിന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ ദാസന്മാർ എന്ന നിലയിൽ പരാതികളില്ലാതെയും മനുഷ്യരിൽ നിന്ന് അഭിനന്ദനങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാതെയും നമ്മൾ ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. മനുഷ്യരെ അല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കാനാണ് നാം സേവിക്കുന്നത്. അവൻ്റെ സത്യങ്ങൾ, മാനദണ്ഡങ്ങൾ, ധാർമ്മികത എന്നിവ അനുസരിച്ചാണ് നാം ജീവിക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ നമ്മളുടെ സ്വയം ആരാധന മൂലം നാം ഇടയ്ക്കിടെ അവനെ അപ്രീതിപ്പെടുത്തുന്നു. പലപ്പോഴും നമ്മൾ നമ്മെ തന്നെയാണ് സേവിക്കുന്നത്. ദൈവത്തെയും മറ്റുള്ളവരെ സേവിക്കാൻ മറക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, അല്ലെങ്കിൽ ഒരു പ്രതിഫലം ലഭിക്കാൻ യോഗ്യരല്ലാത്തവർ എന്ന് പറയുന്നത്. ഇന്ന് നമുക്കുള്ള ചോദ്യം ഇതാണ്: നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുന്നതിൽ സംതൃപ്തരാണോ? ദൈനംദിന ജീവിതത്തിലെ പല പ്രവർത്തനങ്ങളും ഉത്തരവാദിത്തങ്ങളും ലൗകികവും വിരസവുമായ പ്രവർത്തനങ്ങളും ഒക്കെയാണ്. എന്നിരുന്നാലും നമ്മൾ നമ്മുടെ ജോലി നന്നായി സന്തോഷകരമായ രീതിയിൽ ചെയ്താൽ നമ്മൾ ഉത്തരവാദിത്വമുള്ള ദാസന്മാരാണെന്ന് നമുക്ക് തന്നെ ഒരു സംതൃപ്തി ഉണ്ടാകും. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ജോലി മറ്റുള്ളവർ അംഗീകരിക്കില്ല. എന്നിരുന്നാലും നമ്മൾ കഠിനാധ്വാനം ചെയ്യുകയും
നമ്മുടെ ജോലി നന്നായി ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലവനും വിശ്വസ്തനുമായ ദാസൻ എന്ന് കേൾക്കുവാനുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കും. ഇതിൽ കൂടുതൽ എന്താണ് നമുക്ക് ചോദിക്കാൻ കഴിയുക? പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വസ്തരും ഉത്തരവാദിത്വമുള്ളവരുമായ ഒരു ദാസൻ ആണ് എന്ന് യേശു തിരിച്ചറിയുന്നു. അതാണ് യേശു നമുക്ക് നൽകുന്ന പ്രതിഫലം. ഇതുപോലെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.